ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണ കുറച്ച് കാന്ത വർക്ക് സാരീസ് ആണ്. അപ്പോൾ എല്ലാ സാരീസിലും കാന്ത വർക്ക്സ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കാന്ത വർക്ക് ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കുന്നു. കുറേ പേഷ്യൻസോടെ നമ്മൾ ചെയ്താലാണ് കാന്ത വർക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, ഒരു കുഞ്ഞു മോട്ടീവ് നിറച്ച് തിക്കായിട്ട് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുത്തിട്ടുള്ള ഒരു വർക്കാണ്. എളുപ്പമാണ് ചെയ്യാൻ, പക്ഷെ സമയം കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് ഓരോന്നോരോന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാം റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ എപ്പോഴും വീഡിയോയുടെ താഴെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് നമ്പർ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സാരിയാണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ ചെയ്തിരിക്കുന്ന സാരി എല്ലാം കോട്ട സാരീസിലാണ് നമ്മൾ കാന്ത വർക്ക് ചെയ്തിരിക്കുന്നത്. പുതിയ പുതിയ ഡിസൈൻസ് കൊണ്ടുവരാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലെമൺ യെല്ലോ കോട്ടൺ കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോട്ടസ് പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതാണ് നമ്മുടെ മുന്താണിയിൽ വരുന്ന പാറ്റേൺ. ഇതിൻ്റെ അകത്ത് പല ഷെയ്ഡ്സ് ഓഫ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേളിൽ വേറൊരു കളറാണ്, ഒരു കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് പിങ്ക് കൊടുത്തിരിക്കുന്നത്. അതിലും ലൈറ്റർ ഷെയ്ഡാണ് ബേബി പിങ്ക് എന്ന് പറയാം. ആ ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ കാന്ത വർക്ക് അടുപ്പിച്ച് ചെയ്ത് ഫില്ല് ചെയ്തേക്കുന്നതാണ്. കാന്ത വർക്കും റണ്ണിങ് സ്റ്റിച്ചും സെയിം ആണ്. പക്ഷേ റണ്ണിങ് സ്റ്റിച്ച് യൂഷ്വലി ഇങ്ങനത്തെ പാറ്റേൺസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാന്ത വർക്ക് ആണെങ്കിൽ വേവി ആയിരിക്കും. അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈക്വൽ ലെങ്ത് ആയിട്ടും സ്ട്രെയിറ്റ് ലൈനായിട്ടും ഫില്ലിങ് ഇങ്ങനെ അടുപ്പിച്ചായിരിക്കില്ല. ഇങ്ങനെ ഒരു ലൈൻ പോവുകയാണെങ്കിൽ ആ സെയിം ഇതിൽ തന്നെയായിരിക്കും അടുത്ത നെക്സ്റ്റ് ലൈനും ഫില്ല് ചെയ്യാൻ ചെയ്യുന്നത്. അതേസമയത്ത് കാന്ത വർക്ക് ആണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇതുപോലെ പിന്നെ സ്റ്റെം ഇതിൻ്റെ ഇവിടെ ബ്ലാക്കും ഇവിടെ ഫ്രഞ്ച് നോട്ടുമാണ്, പൂമ്പൊടിക്ക് ഫ്രഞ്ച് നോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് കുഞ്ഞ് ബഡ്സുമാണ് ലോട്ടസിൻ്റെ. പിന്നെ ലോട്ടസിൻ്റെ ലീഫും അതുപോലെ തന്നെ. ഇതിൻ്റെ ആ ലീഫിന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വെയിൻസിന് ഒരു കളറ്, നടുക്കേ കൂടെ വേറെ കളറ്, അതിൻ്റെ ഫില്ലിങ് വേറെ കളറ്, അങ്ങനെ 3 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലീഫ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ പല്ലുവിൻ്റെ മുന്താണിയുടെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മറു സൈഡിൽ അതിൻ്റെ ഒരു കുഞ്ഞ് പാറ്റേൺ ആണ് മറു സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ബഡ്സ് ഒന്നുമില്ല, ആ വലിയ ലോട്ടസ് ഫ്ലവർ മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പാറ്റേൺ ആണ് നമ്മൾ റണ്ണിങ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിലാണ് ഡിസൈനിങ് വരുന്നത്. ഇത് റണ്ണിങ് പോർഷനിലുള്ള പാറ്റേൺ ആണ്. ഇനി ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പം അടുപ്പിച്ച് 3 ഡിസൈനാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ 3 പാറ്റേൺസ് ആണ് അടുപ്പിച്ച് വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്ന 3 പാറ്റേൺസ്. ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഈ ഒരു പാറ്റേൺ തയ്ക്കണമെങ്കിൽ തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ വേണം. നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ഇത് ഫില്ല് ചെയ്യണമെങ്കിലേ നല്ലൊരു എഫേർട്ട് എടുത്ത് വേണം നമുക്ക് തയ്ക്കാൻ. അതുപോലെ തന്നെ കുറേ നീഡിൽസും നമ്മൾ കോർത്ത് വെക്കണം, ഈ പല കളറുള്ള ത്രെഡും കോർത്ത്. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണിത്. അപ്പോൾ ഒരു ത്രെഡ് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് കുറേ ത്രെഡ്സ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിട്ട് നമുക്ക് തോന്നും. ഇതാണ് അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ സാരി ലെമൺ യെല്ലോ ചെക്കോട്ടയിൽ ഇതുപോലത്തെ ബേബി പിങ്ക് ലോട്ടസ് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3 ഡിസൈനും, മുന്താണിയിൽ ഒരു ഡിസൈനും, റണ്ണിങ് പോർഷനിലും മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും ഒരു കുഞ്ഞ് ഡിസൈനും, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഒരു ഡിസൈൻ. ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2400 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞേച്ചാൽ മതി. അപ്പോൾ അടുത്ത സാരി വൈറ്റ് ചെക്കോട്ടയാണ്. വൈറ്റ് ചെക്കോട്ടയിലും ഇതുവരെ വേറൊരു കാന്ത വർക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള കാന്ത വർക്ക് ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതുപോലെയാണ് കാന്ത വർക്ക് ഡിസൈനിങ് വൈറ്റ് ചെക്കോട്ടയിൽ വന്നിരിക്കുന്നത്. ലാവൻഡറിൻ്റെ തന്നെ 2 ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും പിന്നെ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ്, അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡ് എന്നും പറയാം. ആ ഒരു ഷെയ്ഡ് അതിന് ഔട്ട്ലൈൻ ആയിട്ട് ബ്ലാക്ക് ലൈൻ കാന്ത വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെംസ് ഒക്കെ ബ്ലാക്ക് ഇതിലാണ് പോയിരിക്കുന്നത്. ബഡ്സ് ഒക്കെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. നടുക്ക്
എല്ലാത്തിൻ്റെയും പൂമ്പൊടിയായിട്ട് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ യെല്ലോ കളർ ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്നത്. ലീഫ് ആണെങ്കിലും ഒരു നല്ല കളറുള്ള ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലീഫ് ഫില്ല് ചെയ്തേക്കുന്നത്. അതിനും ഔട്ട്ലൈനായിട്ട് ഫുൾ ഇമേജിനും നമ്മൾ അല്ലെങ്കിൽ പാറ്റേണിനും നമ്മൾ ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മുന്താണിയുടെ ഒരു സൈഡ്, മറു സൈഡിൽ ഇതുവരെ ഒരു കുഞ്ഞ് സിംഗിൾ ഫ്ലവർ പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുവരെ തന്നെ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് റണ്ണിങ് പോർഷൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത് ഡിസൈനിങ്. ഷോൾഡർ പ്ലീറ്റിൽ നിറച്ച് അധികം ഉണ്ട് ഡിസൈനിങ്. ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്ന പാറ്റേൺ ആണ്. ഒരു വലിയ പാറ്റേൺ, അത് കഴിഞ്ഞിട്ട് സിംഗിൾ ഫ്ലവർ പാറ്റേൺ, അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഫ്ലവർ പാറ്റേൺ. അപ്പോൾ ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് 22 ഇഞ്ചസ് തന്നെ ഈ ഒരു വർക്ക് വരും. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്ത് ഈ ഒരു ഡിസൈനിങ് ഉണ്ടാവും. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനിങ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വൈറ്റ് ചെക്കോട്ടയിൽ ലാവൻഡറും പർപ്പിൾ ഷെയ്ഡായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ കളർ ഡാർക്ക് ഷെയ്ഡ് 2x2 മെറ്റീരിയൽ കൊണ്ട് ബ്ലൗസ് പീസ് തയ്ക്കുവാണെങ്കിൽ കുറച്ച് നല്ല പ്രൊജക്ഷൻ കിട്ടും. നമുക്ക് ആ കോൺട്രാസ്റ്റ് കളർ വരുമ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾ ഏത് സാരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം മെസ്സേജ് അയക്കാൻ വാട്സപ്പിൽ. ഇപ്പോൾ കണ്ട ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സിൽക്കി കോട്ട മെറ്റീരിയൽ, ഒരു ഗോൾഡൻ യെല്ലോ കളർ സിൽക്കി കോട്ട മെറ്റീരിയലിൽ നമ്മൾ ചെയ്തിട്ടാണ് അടുത്തത്. സെയിം പാറ്റേൺ തന്നെയാണ്, കളർ കോമ്പിനേഷൻ ഇത്തിരി വ്യത്യാസം ഉണ്ടായത്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ഷെയ്ഡും ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ബ്ലൂവിൻ്റെ 2 ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യെല്ലോയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ തന്നെ ഈ ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലീഫിനാണെങ്കിലും കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. ഇതിൻ്റെ യെല്ലോ കളർ സിൽക്കി കോട്ട മെറ്റീരിയലാണ്. ബാക്കിയെല്ലാം നമ്പർ ഓഫ് ഡിസൈൻസും ഡിസൈനിൻ്റെ പാറ്റേണും എല്ലാം സെയിം ആണ്. ഇത് അതുപോലെ തന്നെ ഒരു സിംഗിൾ ഫ്ലവർ ഇപ്പുറത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു സിംഗിൾ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ നേരത്തെ കാണിച്ച മാതിരി തന്നെ ഷോൾഡർ പ്ലീറ്റിൽ 2 ഉണ്ട്. നടുക്കൊരു കുഞ്ഞിതും വലുത് 2. അങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. 2 വലുതും. ഇതിൻ്റെ ഗ്യാപ്പിങ് ഇച്ചിരി കുറവാണ്. വൈറ്റിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ സിംഗിൾ ഫ്ലവർ വന്നത്. ഇത് അടുപ്പിച്ചടുപ്പിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനാണെങ്കിലും ഈ കളർ ഡാർക്ക് ഷെയ്ഡ് ഇത് ബ്ലൗസോ അല്ലെങ്കിൽ ഈ സെയിം എക്സാക്ട് കളറാണ് ഇട്ടാലും നല്ലതായിരിക്കും. ഇതിൻ്റെ റേറ്റും സെയിം റേറ്റ് തന്നെയാണ്, 2000 റുപ്പീസാണ്. അപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്തേച്ചാൽ മതി. സെയിം റേറ്റ് തന്നെയാട്ടോ രണ്ടിനും. ചെക്കോട്ടയായാലും സിൽക്കി കോട്ടയായാലും സെയിം നമ്പർ ഓഫ് ഡിസൈൻസും സെയിം സ്റ്റിച്ചുമാണ്. അപ്പോൾ റേറ്റും സെയിം തന്നെയാണ്, 2000 റുപ്പീസ് തന്നെയാണ്. അടുത്തത് വന്നിട്ട് ചിക്കു ഷെയ്ഡ് ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ള ഒരു കന്ത വർക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് മുന്താണിയിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഏത് കളർ വേണമെങ്കിലും ബ്ലൗസ് ഇടാം. ഓറഞ്ച് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതാണെങ്കിലും പിങ്ക് ആയാലും ഏത് വേണമെങ്കിലും ഇടാം. പക്ഷേ എനിക്ക് തോന്നുന്നത് റെഡോ അല്ലെങ്കിൽ ഈ സെയിം കളർ ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിങ് ആണ് നമ്മുടെ മുന്താണിയുടെ ഒരു സൈഡിൽ വന്നേക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു കുഞ്ഞ് ഫ്ലവർ പാറ്റേൺ ആണ് മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിൽ വന്നേക്കുന്നത്. റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കുഞ്ഞ് പാറ്റേൺ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു റെഡ് കളർ സിംഗിൾ ഫ്ലവർ ഇവിടെ റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു റെഡ് ഫ്ലവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ വലിയ മുന്താണി കണ്ടോർത്തെ വലിയ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെയാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുവരെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5 വലിയ ഡിസൈനാണ് ഈ സാരിയിൽ വരുന്നത്. ഒരെണ്ണം മുന്താണിയിൽ, 3 എണ്ണം ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത്, ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ. അങ്ങനെ 5 വലിയ ഡിസൈനും 2 കുഞ്ഞ് ഡിസൈനുമാണ്. ഒന്ന് റണ്ണിങ് പോർഷനിലും ഒന്ന് മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും. 2 കുഞ്ഞ് ഡിസൈനും 5 വലിയ ഡിസൈനും. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. റേറ്റ് 1900 ആണ് ഇതിൻ്റെ റേറ്റ്.
അപ്പോൾ ഇന്നത്തെ 4 സാരിയും 4 ഡിസൈൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.